ഫ്രണ്ട്സ്, ദിസ് ഇസ് അവർ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്ന് ഹെയർ കെയർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പുറത്തൊക്കെ പോയിട്ട് മുടിയൊക്കെ കണ്ടു. ഇതാ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കോംബ് ചെയ്ത് ശരിയാക്കുന്നതിന് മുന്നേ കാണിച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഹെയറെ. ഇതാ കണ്ടാൽ മനസ്സിലാവും, നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. പൊടിയൊക്കെ പിടിച്ച് ഭയങ്കര റഫായിട്ടാണ്, മുടി തൊടുമ്പോഴേ ഭയങ്കര റഫായിട്ടാണ് ഇരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ ഇന്നത്തെ പാക്ക് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷവും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് മെയിനായിട്ട് വരുന്നത് മുരിങ്ങയുടെ ഇല, അതേപോലെ തന്നെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, നമ്മുടെ മുടി സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് കറ്റാർവാഴ, ഇത് 3 കൂടെ ചേർത്തിട്ടുള്ള പാക്കാണ് ഇന്ന് ചെയ്യാൻ പോണത് കേട്ടോ. ഹെയർ ഫോള് നമ്മൾ ഒരു 2 ആഴ്ചയോളം ഹോം റെമഡീസ് ഒക്കെ നോക്കിയിട്ടും നിങ്ങൾക്ക് കുറവില്ല എന്നാണെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു രോഗങ്ങളുടെ മുന്നോടിയായിട്ട് ഇതുപോലുള്ള ഹെയർ ഫോൾ പോലുള്ള സൂചനകൾ വരാറുണ്ട്. അപ്പം ഇപ്പോൾ ഈ തൈറോയിഡ്, അതേപോലെ തന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഹെയർ ഫോൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഹോം റെമഡീസ് യൂസ് ചെയ്ത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിലൊക്കെ നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ഒട്ടും ഹെയർ ഫോൾ എന്നിട്ടും കുറയുന്നില്ല എങ്കിൽ ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറിനെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഹെയർ ഓയിലൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഹെയറിൻ്റെ കറണ്ട് കണ്ടീഷൻ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ആഫ്റ്റർ വാഷ് കഴിഞ്ഞിട്ടുള്ള ഹെയറിൻ്റെ ഇതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഓയിൽ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കാൽപ്പിലും ഹെയറിൻ്റെ ടിപ്പിലും മാത്രമേ ഓയിൽ ചെയ്യുന്നുള്ളൂ. ഇതൊരു ഭയങ്കര ഹെവി ആയിട്ടുള്ള പാക്കൊന്നുമല്ല, പക്ഷേ എന്താ പറയുക, ഹെയർ റൂട്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതുപോലെ നമ്മുടെ ഹെയർ നന്നായിട്ട് വളരും. മുരിങ്ങയിലും അതെ, നമ്മുടെ കറിവേപ്പില, അതുപോലെ കറ്റാർവാഴ, ഇതിൽ 3ലും ഒരുപാട് വിറ്റാമിൻസും എല്ലാം മിനറൽസും ഒക്കെ ഉള്ളതാണ്. മുരിങ്ങയിൽ വിറ്റമിൻ എ, ബി, സി ഒക്കെ ഉണ്ട്. അതേപോലെ മിനറൽസ് ആയിട്ടുള്ള സിങ്ക്, അയൺ ഒക്കെ ഉണ്ട്. മറ്റേ അലോവേരയിലാണെങ്കിൽ വിറ്റമിൻ എ, സി, അതേപോലെ B12 ഇതൊക്കെ ഉണ്ട്. പിന്നെ കറി ലീവ്സിലാണെങ്കിലും പ്രോട്ടീൻസും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഹെയറിന് ഭയങ്കരമായിട്ട് ഹെയർ സ്ട്രെങ്തനിങ് കൂടാനും, അതേപോലെ നല്ല ഫോളിക്കിൾസ് നന്നാവാനും, ഹെയർ ഗ്രോത്ത് വർദ്ധിക്കാനും, ടെക്സ്ചറിൽ നമ്മൾ ഇപ്പോൾ ഹെയർ ടെക്സ്ചർ കുറച്ച് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അലോവേരയൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഹെയറിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ കൊണ്ടുവരാനായിട്ട് ഹെയറിന് നല്ലതാണ് അലോവേര യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. കറ്റാർവാഴ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് ഇതേപോലെ പീസ് ആക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അതിലുള്ള യെല്ലോ കളറ് കറ പൂർണ്ണമായിട്ടും പോകും കേട്ടോ. സൈഡിലുള്ള മുള്ള് ചെത്തി കളഞ്ഞിട്ട് വേണം ഇങ്ങനെ ഇടാനേ. അപ്പോൾ ഞാൻ ഹെയർ ഓയിലൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ടീഷർട്ട് ഒന്ന് മാറ്റാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ നല്ല ഡ്രസ്സൊക്കെ ആകുമ്പോൾ കറ പിടിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനത്തെ ഹെയർ പാക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു പഴയ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ടീഷർട്ടൊക്കെ മാറി, പിന്നെ അതേപോലെ ഇപ്പോൾ ബെഡ്റൂമിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് പുറത്ത് പോയിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ പണിയാവും. തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് പാക്ക് ഇടാം. അതുപോലെ ഈ ടീഷർട്ട് മാറ്റിയിട്ട് വരാം കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ തേക്കാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ തുണിയിൽ കെട്ടിപ്പിഴിഞ്ഞിട്ട് അരിച്ചിട്ടൊക്കെ തേക്കാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ തേക്കുന്നത്. നന്നായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തേച്ചൊരു മസാജും കൂടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ കെട്ടി വയ്ക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് തലയിൽ വെച്ചിട്ട് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിനി ഇത് വാഷ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടും കൂടെ കാണിക്കാം നിങ്ങൾക്ക് കേട്ടോ. എന്താ പറയുക, മുടി കൊഴിച്ചിൽ ഒന്നും ഒറ്റ യൂസിൽ മാറില്ല.
പക്ഷേ ഹെയറിൽ ഒരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ് ഞാൻ റിസൾട്ട് എന്ന് ഉദ്ദേശിച്ചത്. അത് കാണിക്കാം കേട്ടോ. ആഫ്റ്റർ വാഷും കൂടെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത് ഞാൻ ഹെയർ വാഷ് കഴിഞ്ഞ് മുടി ഡ്രൈ ആയതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. കണ്ടോ, രാവിലെ ഞാൻ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ. അപ്പോഴത്തെ ഹെയറും ഇപ്പോഴത്തെ ഹെയറും നല്ല വ്യത്യാസമുണ്ട്. മുടി ഭയങ്കര റഫായിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ കാണിക്കുമ്പോൾ, പക്ഷെ ഇപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഷാംപൂ വാഷ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഹെയറിനൊരു എന്താ പറയുക, അങ്ങനെ ഓയിലി ആയിട്ടൊന്നും നിൽക്കുന്നില്ല. കണ്ടോ, ഓയിലായിട്ട് ഒട്ടുന്ന പോലെ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. നല്ല വൃത്തിയായിട്ടുണ്ട് ഹെയർ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. സ്കാൽപ്പും ഹെയറൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വീഡിയോസ് വേണമെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.